അഭിനന്ദനായ വിശിഷ്ട സംബന്ധിയ സ്നേഹം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട വൈസ് ചാൻസലർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് നല്ല മനുഷ്യ സ്നേഹിയായ ആഗോളാടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു ശ്രേഷ്ഠ പിതാവ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായ നിലപാടെടുത്ത വ്യക്തി എന്നുള്ളതാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ഈ സമൂഹം വിലയിരുത്തുക. ഞാൻ ഓർക്കുന്നത് ഷിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദ പ്രസംഗത്തിൻ്റെ 100ാം വാർഷികത്തിൽ അനുസ്മരണ പ്രസംഗം നടത്തുന്നത് ഇന്ത്യയിൽ നിന്ന് അപ്പോൾ അദ്ദേഹം ഏത് നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് ഒറ്റ വാക്കിൽ പറയുന്നതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തിരുമേനിയുടെ ദർശനങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ആദരവാണെന്ന് മാത്രമല്ല, ഒരു പുതിയ മനുഷ്യ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിൽ വളരെ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ഭാരതീയ ഋഷി പരമ്പര നമ്മൾ നോക്കും. ഭാരതീയ ഋഷി പരമ്പരയിൽ സത്യം പറഞ്ഞാൽ മതവും അതിനേക്കാൾ അപ്പുറത്ത് നമ്മളുടെ ഒരു ചിന്തയും പോലും ദലൈലാമ സ്വാമി എന്നാണ് എനിക്കറിയാം. തിരുമേനിയുടെ ഒരു അടുത്ത ബന്ധം അദ്ദേഹത്തിനുള്ളത് ഞാൻ അനുസ്മരിക്കും. ഭാരതീയ ഋഷി പരമ്പരയിൽ ചിലപ്പോൾ മതത്തിനും ദൈവവിശ്വാസത്തിനും അതീതമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നിരീശ്വരവാദിയായ ചാർവാകൻ നമ്മുടെ ഭാരതീയ ചിന്താഗതിയിലെ ശ്രേഷ്ഠ മുനിവര്യനായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മതത്തെ നമ്മൾ കാണുന്നത് വളരെ അപ്പുറത്തുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് പോലും കാണുന്നതിനേക്കാൾ വളരെ വിപുലമായ ഒരു അർത്ഥത്തോട് വിലയിരുത്തുന്ന സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് നമ്മൾ. ജീവിതം ഒരറിവ് തേടിയുള്ള ഒരു യാത്രയായി നമ്മുടെ തിരുമേനി എടുത്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ഞാനിവിടെ പറയേണ്ടതില്ല. ഡോക്ടർ രാധാകൃഷ്ണൻ പോലുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാതെ അദ്ദേഹം ഇവിടെ വിശദീകരിക്കും എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യാം. ഭാരതത്തിൽ മതേതരത്വം അതൊരു സംവാദത്തിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയും. സംവാദത്തിൻ്റെ കുറവ് കൊണ്ട് അവിശ്വാസത്തിൻ്റെ വർധനമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് സംവാദത്തിലൂടെ തന്നെ അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നമുക്ക് വരുന്നത്. പ്രത്യേകിച്ച് ജനാധിപത്യത്തിൻ്റെ ശക്തിക്ക് ഈ സംവാദം ആവശ്യമാണ് എന്ന് ഞാൻ കണക്കാക്കില്ല. നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രതീക്ഷ 5 കൊല്ലം കൂടി വരുന്ന തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യം എന്ന വിലയിരുത്തലുള്ള ആളുകളാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യം അതേയല്ല, അതൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഒരിക്കലും ഒരു ഭരണാധികാരി ഒരിക്കൽ തെരഞ്ഞെടുത്താൽ മരിക്കുന്നവരിയ്ക്കണം എന്നുള്ള ചിന്തയ്ക്ക് കട്ട് ചെയ്ത് ജനഹിതത്തോടു കൂടി മാത്രമേ അവർക്ക് തുടരാൻ സാധ്യമാകൂ എന്നുള്ളതിൻ്റെ നമ്മുടെ ചിന്തയുടെ പ്രതിഫലനമാണ്. പക്ഷേ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മളുടെ ചിന്ത ഈ 5 കൊല്ലം കൂടി വരുന്ന തെരഞ്ഞെടുപ്പ്, അതാണ് ജനാധിപത്യം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയണം. നമ്മുടെ ആശയങ്ങളുടെ ഒരു കൊടുക്കൽ വാങ്ങൽ നമുക്കിതിലുണ്ടാവാം. ആശയങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ സംവാദത്തിലൂടെ തർക്കങ്ങളും ചിലപ്പോൾ വന്നിരിക്കും.
അഹിംസയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബേസ്. ആ അഹിംസയിൽ അടിയുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എങ്കിൽ മാത്രമേ ജനാധിപത്യത്തെ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയൂ. നമ്മളുടെ ഒരു ശക്തി കൊണ്ട് എല്ലാം നിയന്ത്രിച്ചു പോകുന്നു എന്ന് പറയുന്നത് അത് ജനാധിപത്യമല്ല, ഫാസിസമാണ്. നമുക്കിഷ്ടമില്ലാത്തത്, ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തത് നാട്ടിൽ നടക്കരുത്, ഒരു ചെറിയ ഗ്രൂപ്പിന് ഇഷ്ടമില്ലാത്തത് നാട്ടിൽ ഒട്ടും നടക്കരുത്, അതിനെല്ലാം അടിച്ച് അമർത്തി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിൻ്റെ രൂപമല്ല, അതൊരു ഫാസിസ്റ്റ് ചിന്തയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ചിന്തയിലെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് തിരുമേനി നമ്മളെ കുറിച്ച് ആഗ്രഹിച്ചത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. മതവും ദൈവവിശ്വാസവും അത് അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇടയിൽ. മതത്തെക്കുറിച്ചാണെങ്കിലും അത് നമ്മളുടെ ദൈവവിശ്വാസത്തെക്കുറിച്ച് നമ്മുടെ അനുദിന ചിന്തയുടെ ഒരു ഭാഗമായി അത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൊതുമണ്ഡലത്തിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. മതത്തെ നമുക്ക് പൊതുമണ്ഡലത്തിൽ അതിൻ്റെ പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി ഉൾക്കൊള്ളാൻ കഴിയണം. അതൊരു ധർമ്മചിന്തയുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള യന്ത്രമാക്കി നമുക്കതിനെ എടുക്കാൻ കഴിയണം. മതം ഒരു മനുഷ്യനെ എപ്പോഴും നല്ല മനുഷ്യനാക്കുന്നതിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. ഏത് മതഗ്രന്ഥം എടുത്ത് നോക്കിക്കുന്നു, ഏത് മതചിന്ത പോസിറ്റീവായി എടുക്കുന്ന ഏത് വ്യക്തിയുടെ പ്രഭാഷണങ്ങൾ നോക്കുന്നു, മനുഷ്യനെ സംസ്കരിക്കുന്നതിന് വേണ്ടി സംസ്കരിച്ചെടുക്കുന്ന ഒരു നല്ല ഒരു വ്യക്തിയാക്കി മാറ്റാൻ നമ്മളുടെ ഒരു ദുർമേധസ്സുകൾ, ചിന്തയിലെ ദുർമേധസ്സുകൾ അത് ഒഴിവാക്കി നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് എന്തോ മതങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ചിന്തകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറയണം. ആരോഗ്യകരമായ സംവാദങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കാം. അപ്പം നമ്മൾ ഉപനിഷത്തുകളിലാണെങ്കിലും വേദങ്ങളിലാണെങ്കിലും അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത് ഒരു വിശുദ്ധ ഗ്രന്ഥം എന്നുള്ള നിലയില്ലല്ലോ, അതിനേക്കാളുണ്ട്. അതിനേക്കാളപ്പുറത്ത് ഈ സംവാദങ്ങളുടെ ഒത്തിരി സാധ്യതകൾ അതിനകത്തുണ്ടാവുകയാണ്. അതുകൊണ്ട് സംവാദത്തോടുകൂടി നല്ല ഭംഗിയായി നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തിരുമേനി നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വൈസ് ചാൻസലർ പറഞ്ഞ അവസാനത്തെ വാക്കുകൾ ഏറെക്കുറെ എനിക്കത് ഞാനത് കേട്ടു, ബാക്കിയൊന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവസാന കൺക്ലൂഷനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളിൽ പലതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു പോസിറ്റീവ് എനർജിയുടെ കേന്ദ്രമായി ഇത് മാറട്ടെ. അങ്ങനെ ഒരു പുതിയ ചിന്ത നല്ല സംവാദത്തിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ ഇടയാവട്ടെ എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിരിക്കുന്നു. അടുത്തത് പുസ്തകങ്ങളുടെ പ്രകാശനമാണ്. മുനിശ്രേഷ്ഠനായ